മഹാനായ മമ്പുറം തങ്ങൾ അവർകൾ നിസ്കരിക്കില്ല. ഇങ്ങനെ എല്ലാരും പോയിട്ട് വാങ്ങാവർത്ത് നിസ്കരിക്കും, പള്ളി പോയിട്ട് നിസ്കരിക്കാറുണ്ട്. ചില സമയത്ത് നിസ്കരിച്ചോണ്ടിരുന്നില്ല. എല്ലാവരും നിർബന്ധിച്ചേരും തങ്ങളെ നിങ്ങൾ നിസ്കരിക്കില്ല, ഞങ്ങൾ നിങ്ങൾ നിസ്കരിക്കണം ചൊല്ലാറല്ലേ. ആയിട്ട് നിർബന്ധമായിട്ട് പോയി പള്ളിക്ക് ജുമാഅത്തിന്റെ വെള്ളിയാഴ്ച പള്ളിയെ പോയിട്ട് നിസ്കരിച്ചിട്ട് ഖുത്ബല്ല കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു. കൈ കെട്ടിയപ്പോ എല്ലാരും കൈ കെട്ടിയ പാതിയാമ്പത്തും ഇയാൾ പുറത്ത് വന്നിട്ട് മോരിൽ തെച്ചോടി ആൾക്കാർ ജുമാ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കാൻ ഞങ്ങൾ അയച്ചു, നിർബന്ധമായിട്ട് നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിൽ പാതി നിസ്കരിച്ചിട്ട് പാതിയാമ്പത്തു നിങ്ങൾ പുറത്ത് വന്നിട്ട് മോരിൽ തെച്ചുണ്ടല്ലോ, നിങ്ങളുടെ അവസ്ഥ എന്ത്? അപ്പൊ അയാൾ ചൊല്ലു, നിസ്കാരത്തിൽ പൈയുടെ വിലക്കെടുക്കണ ഇമാം കിട്ടിയതാണില്ല, പൈയുടെ വിലക്ക് വാങ്ങണ ഇമാം കിട്ടിയതാണില്ല. എന്തൊരു വിഷയം എന്ത്? അപ്പൊ നിങ്ങൾ പള്ളിയുടെ ഇമാമിനോട് തന്നെ ചോദിക്കണോ? പോയിട്ട് പള്ളിയുടെ ഇമാമോട് തന്നെ ചോദിക്കണം. സഹോദരങ്ങളെ, അങ്ങനെ പള്ളിന്റെ ഉസ്താദിനോട് പോയിട്ട്, ഉസ്താദെ മമ്പുറത്തങ്ങള് ഇങ്ങനെ ചൊന്തല്ല നിങ്ങളെ സംബന്ധിച്ചിട്ട് പള്ളിയെ പൈയുടെ വിലക്കെടുക്കണ ഇമാനിറ്റി നിസ്കരിക്കുന്നതാണില്ല, എന്തൊരു വിഷയം എന്തര്? അപ്പൊ ഇയാൾക്ക് ചൊല്ലാണ്ട് നിവൃത്തിയില്ല. അയാൾ ചൊന്നത് കറക്റ്റ്. എന്താ കറക്റ്റ്? എന്റെ പെഞ്ഞായിക്ക് ഉഷാറില്ല പോവാ, ഉഷാറിലാണ്ടിക്കുമ്പത്തു നാണ് ഒരു നാട്യവൈദ്യം ഉണ്ട പോയ ആ അയാൾ മരുന്ന് തന്നിട്ട് ചൊന്തു 4 1 ലിറ്റർ പൈയുടെ പാലിൽ ഈ മരുന്ന് കുടിക്കണം. 2 ലിറ്റർ കൊണ്ട് 3 ലിറ്റർ കൊണ്ട് പൈസ കൊടുക്കുന്നില്ല. അപ്പം നാ വിചാരിച്ച ഒരു പയ്യെ വിലക്കെടുത്തെങ്കിൽ അങ്ങനെ പോയിട്ട് ഒരാളെട്ടിയേ നജീറൊക്കെ പോയിത്ത അയാളെട്ടി പോയിട്ട് നാ കേട്ട അയാളുണ്ട് ഒരു പയ്യത്ത് ബലെല്ലാം തീരുമാനിച്ചിട്ട് വന്നേ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പൈ കൊണ്ടുവരാം. അങ്ങനെ ഞാൻ മിമ്പറിലേക്ക് കയറിയിട്ടാകുമ്പോഴേക്ക് ഇയാൾ എതിർക്കാണ്ട്, ആരെ ഈ പൈ കച്ചവടാക്കിയാൽ എതിർക്കാണ്ട്. എന്നിട്ട് മുക്കുരിക്ക ഇക്കാമത്ത് കൊടുത്ത് ഖുത്ബല്ല കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുത്ത് അല്ലാഹു അക്ബർ ഞാൻ കൈകെട്ടിട്ട് ഒജ്ജത്തോതിട്ട് ഫാത്തിഹ തുടങ്ങുമ്പോഴേക്ക് എന്റെ മനസ്സിലുള്ള അയാള് പൈ തണ്ടിലെ ചൊല്ലണക്ക് ബന്ധരമാ എന്താ ഇല്ലേ? സാധാരണ കൈകെട്ടിട്ടാകുമ്പോ കട കൊടുത്തത് എത്ര ഓർമ്മ അവിടെ ഞങ്ങൾ നിസ്കരിച്ചവർക്ക് ഇന്ന ജാഗത്ത് പോകേണ്ടത് ഓർമ്മയാവത്തത് എല്ലാം നിസ്കാരത്ത് കൈകെട്ടിട്ടാകുമ്പോ ഓർമ്മയാവും. ഏത് മറന്നിട്ടുണ്ടെങ്കിലും ഓർമ്മ അവിടെ നിസ്കാരത്ത് കൈകെട്ടിട്ട് ഈ ഇമാമുക്ക് ഓർമ്മയായിട്ട് എന്തിരെ ഇയാൾ ബന്ദിരെ വെള്ളിയാഴ്ച പള്ളി വന്നിരെ എന്തുക്ക് പൈ തണ്ടിലെ ചൊല്ലണക എന്താണ്ട് വന്നു വഹിച്ചു. ഇതാരിക്കറിഞ്ഞ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവാർ. മഹാനായ മമ്പുറം തങ്ങളവർക്ക് ഇമാമു നിസ്കരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് ഈ പശുവിനെ അയാൾ വെളുക്കുമോ ഇല്ലേ എന്ന് അയാൾക്ക് തോന്നിയത്. മമ്പുറം തങ്ങളവർക്ക് അറിഞ്ഞു, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് മുനാജത്ത് ചെയ്യുമ്പോൾ മറ്റൊരു ഓർമ്മ വന്ന കാരണത്തിനാൽ ഇത്രയും ശരീഅത്തിനെ സൂക്ഷിക്കുന്ന മഹാനായ മമ്പുറം തങ്ങളവர்களാ അവർക്കത് അറിയാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല ഒരാൾ വന്നിട്ട് മമ്പുറം തങ്ങളിട്ട് ചൊല്ലു, തങ്ങളെ എന്റെ പൈ കാണില്ലേ? ഔലിയാക്കന്മാർക്ക് പൈയുടെ തേടി കൊടുക്കണ്ടേ സ്വറമ്മ നല്ല പൈ കാണില്ലേ? ഇപ്പുറത്തെ മൊത്തം താക്കോലുണ്ടായി, താക്കോലെടുത്തിട്ട് കൊടുത്തു. തങ്ങളെ തന്റെ പൈ കാണില്ലേ? ആ പോറ് താക്കോലെടുത്തോണ്ട് പോറ്. ഇല്ല തങ്ങളെ തന്റെ പൈ കാണില്ലേ? താക്കോലെടുത്തിട്ട് പോറും. സുബ്ഹാനല്ലാഹ്. ഈ താക്കോലെടുത്തിട്ട് പോറിട്ടാൽ ചെന്നേ പോയി. ഇയാള് പോയിട്ട് കുറേ ദൂരം എത്തിയപ്പോൾ നല്ലോണം മഴ അടിച്ചു. വല്ലാത്ത മഴ അടിച്ചു വീശി. നല്ലോണം മഴ വന്നപ്പോ എവിടെയും നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു വലിയ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിന്റെ തിണയിൽ പോയിട്ട് നിന്നു. ആ തിണയിൽ പോയിട്ട് നിന്നപ്പോ അവിടെയും ജോറ് കാറ്റ് മഴ ഫുള്ള് നനയുന്നു. അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്നു, എവിടെ ഞാൻ കൂടേണ്ടത്? അപ്പൊ മനസ്സിലായി ഒരു റൂമുണ്ട് അവിടെ. ആ റൂമില് ഡി കേട്ടിരുന്നു. അപ്പൊ മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ കയറിയാലോ. അപ്പൊ ഓർമ്മ വന്നത് തങ്ങള് തന്ന ഈ താക്കോല് ഈ അവിടെ നോക്കി താക്കോൽ ടപ്പ പാറിക്കും. പറ്റ് ബായെടുത്ത് നോക്കും. സുബ്ഹാനല്ലാഹ് പയ്യതിൽ എത്തുണ്ട്.
ഇയാളെ പശു അതിന്റെ ഉള്ളിലുണ്ട്. ഇത് ആർക്ക് കാണാൻ വേണ്ടി സാധിച്ചു? മഹാനായ മമ്പുറം തങ്ങളവർക്ക് ഇത് കാണാൻ വേണ്ടി സാധിച്ചു.